ഗൈസ് ഹസ്കീനെ തൂക്കുമെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കുക. അത് കണ്ടോ? കേരളത്തിൽ നിന്നല്ല, ലോകത്ത് തന്നെ ആയില്ല. ശരിക്കും ഈ ഹസ്കിയുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല, ഞാനും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പേജുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കേരളത്തില് വൈക്കത്ത് നിന്നുള്ള അർജുനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അർജുനെ ആക്ച്വലി ഞാൻ കൺവിൻസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ സെഷനിലോട്ട് കൊണ്ടുപോകുന്നത്, ഈ ഒരു സംസാരത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ഇനീഷ്യലി ഞാൻ അർജുനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു നിന്റെ അർജുൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല കേട്ടോ ഇത് അർജുനാണെന്ന് പറയാൻ. ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഒരാളെ മീഡിയക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് എന്നാലും കുഴപ്പമില്ല. എന്തുകൊണ്ടായിരുന്നു റിവീൽ ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ആക്ച്വലി അതിനോട് പറഞ്ഞത് ലൈഫിൽ നമ്മുടെ മുന്നോട്ട് ഓപ്പർച്യൂണിറ്റീസ് വളരെ ചുരുക്കമായിട്ട് വരത്തുള്ളൂ. അപ്പം ഇപ്പൊ ഒരു ഹൈപ്പ് ഉണ്ട്. ഇപ്പൊ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 7 ദിവസമായി തുടങ്ങിയിട്ട് കറക്റ്റ് 4 ദിവസം കൊണ്ടാണ് ബീച്ചിലേക്ക് വരാൻ. 7 ദിവസമായി കാണത്തുള്ളൂ നിങ്ങളുടെ മുന്നോട്ട് ഈ ഹസ്കിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അർജുനോട് ആക്ച്വലി ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എപ്പോഴും തരത്തില്ല. വരുന്ന ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചെടുത്തോളാം. പിന്നീട് ഈ ട്രെൻഡ് പോയിട്ട് വന്നിട്ട് ഇപ്പൊ തന്നെ ഹസ്കി ഡാൻസ് ഡെയിലി എന്ന് പറഞ്ഞിട്ട് എത്ര പേര് കണ്ടുണ്ടായിരിക്കും? ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആക്ച്വലി ബ്രോയുടെ മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാൻ ശരിക്കും റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോയി. ബ്രോയുടെ മെസ്സേജ് ബ്രോ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ പിന്നെ ഭയങ്കരമായിട്ടാണ് ഇൻസ്പയർ ചെയ്തുകൊണ്ട് മീഡിയക്ക് മുന്നോട്ടല്ല. ഇത് ആക്ച്വലി ആൾക്കാർ അറിയണം. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്ന കാരണം പുറത്തോട്ട് അറിയുന്നില്ല, പൊട്ടൻഷ്യൽ ആൾക്കാർ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഹസ്കിയുടെ സ്റ്റോറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അർജുനോട് ചോദിച്ച് മനസ്സിലാക്കാം. സോ അത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൽ നിന്ന് ഡൈവേർട്ടായിട്ട് മാറുന്നൊരു ചിന്ത വന്നുകൊണ്ടാണ്. മൈൻഡ് ഡൈവേർട്ട് ആവുമെന്ന് പറയുമ്പോൾ കുറച്ച് കംഫർട്ട്. മൈൻഡ് ഡൈവേർട്ട് ആവുമെന്ന് പറയുന്ന സമയത്തിലേക്ക് എന്തായിരുന്നു പ്രശ്നം? ഒരു പ്രശ്നം കാണുമല്ലോ. ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് വിശേഷിച്ചു ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. അതിൽ നിന്നും മൈൻഡിൽ നിന്ന് ഡൈവേർട്ട് ആയി മാറാമെന്ന് വിചാരിച്ചു നിന്നു. പക്ഷേ മൈൻഡിലേക്ക് ക്ലിയർ ആയി വരാതെ നിന്നു. അങ്ങനെ റാൻഡം ആയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് കാണാനിടയായി. പ്രണയി എന്നാണ് പേര്. പുള്ളിക്കാരിയുടെ പോസ്റ്റ് നമ്മുടെ ഡെയിലി ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്പയർഡ് ആണ്. ഹസ്കി ഒന്നും നമുക്ക് പിക്ചറിലില്ല. ഇല്ല, യെസ്. ഓൾറെഡി റാൻഡം ആയിട്ട് ഹസ്കിയുടെ മറ്റ് അനിമേറ്റഡ് AI വീഡിയോസ് റാൻഡം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് പറയുമ്പോഴും വേറൊരു കാര്യം പറയണം. ഹസ്കി പേജ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിലും ഹസ്കിയുടെ ഡാൻസിങ് വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതിനല്ല, അത് നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ്. പക്ഷേ ഹസ്കിയിലോട്ട് എങ്ങനെയാണ് വരുന്നത്? ഹസ്കി മാത്രമല്ല, ഞാനത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേജുകൾ കണ്ടിട്ടുണ്ട്. അതായത് ഡെയിലി, അതായത് യൂസറിന്റെ പേജിന്റെ യൂസർ നെയിം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹസ്കി ഡാൻസ് ഡെയിലി ഡാൻസ് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത്. അത് ഒരു ദിവസം ഒരു ഡാൻസ് വെച്ചാണ് അവർ അപ്ലോഡ് ചെയ്ത് പോകുന്നത്. അതുപോലെ കുറെ പേജസ് നിലവിൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നമുക്ക് റാൻഡമായിട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് കാണാം. അപ്പോൾ ഡാൻസ് ഡെയിലി ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കണ്ടന്റുകളായിരിക്കും. ഡെയിലി ഒരു ദിവസം വെച്ച് പോസ്റ്റ് ചെയ്ത് ആക്ച്വലി ഞാൻ അതിന്റെ ഗ്രൂപ്പ് കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോളോവേഴ്സിന് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസിലുള്ള വ്യൂസ് ആണ് എന്നെ ശരിക്കും ആകർഷിക്കുന്നത്. നിങ്ങളിപ്പോ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മാസങ്ങളായിട്ട് മുന്നേ തുടങ്ങിയ പ്രയത്നമാണോ? അല്ല, എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 7ാമത്തെ ദിവസമാണ്. ഞാൻ ഇൻസൈറ്റ് കാര്യങ്ങൾ കണ്ടു. ടോട്ടൽ വ്യൂസ് എത്രയായിരുന്നു ഇതുവരെ? ഓൾമോസ്റ്റ് 100 മില്യൺ പ്ലസ് വ്യൂസ് കമ്പൈൻഡ് ഒരു വീഡിയോ. ഒരു വീഡിയോക്ക് 30 മില്യൺ കമ്പൈൻഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഓൾമോസ്റ്റ് 60 മില്യൺ 70 മില്യൺ അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോ കമ്പൈൻ ചെയ്തിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ഹസ്കിയിലോട്ട് എത്തിയത്? ഹസ്കിയിലേക്ക് എത്തി ഞാൻ ഈ പറഞ്ഞ പോലെ റാൻഡമായിട്ടുള്ള ഈ വീഡിയോസ് പേജസ് ഞാൻ ഡെയിലി കാണുന്നുണ്ട്. റാൻഡമായിട്ട് അതും കണ്ടു. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഡെയിലി ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്ത് പോകാം. കാര്യം അതിൽ നിന്ന് നമുക്കൊരു എന്റർടൈൻമെന്റ് അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ഇത്ര റിച്ചാവും അല്ലെങ്കിൽ വീഡിയോ ഇത്രയും കയറി പോകുന്ന ഒരു പ്രതീക്ഷ എനിക്ക് വന്നിട്ടില്ല സത്യം. അപ്പോൾ ഞാൻ നേരെ പിന്നെ ഞാൻ റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാം അറിയില്ല, ഇപ്പോൾ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് റാൻഡമായിട്ട് ഹസ്കിയുടെ ഈ ഒരു ഡാൻസിന്റെ വീഡിയോ ഹസ്കിയുടെ മാത്രം ജസ്റ്റ് ഈ ഒരു ടൈമിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഹസ്കിയും ഡാൻസ് ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ അപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചു. പിന്നീട് അങ്ങ് പോകുന്നു സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് എന്തെങ്കിലും ഒരു പഴയ ഒരു ടിക്ടോക്ക് വീഡിയോ അങ്ങനെ റാൻഡമായി കണ്ട് അതിനൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോഴും ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞ ഈ ഒരു ചിന്തയിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ ആലോചിച്ചു ഇതുകൊണ്ട് ഹസ്കി ഡാൻസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൂടാം. കാരണം അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഹസ്കി ഡെയിലി ഡാൻസ് അത് മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് ഞാൻ ഈ ഏതെങ്കിലും ഒരു വീഡിയോ വരും, അതിൻ്റെ ലാസ്റ്റ് ഹസ്കി ഡാൻസിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും ഞാൻ ചിന്തിച്ചു നമുക്ക് ഹസ്കിയുടെ ഡാൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അപ്ലോഡ് ചെയ്ത് പോകാം ഡെയിലി. അത് ഇന്ന് പറഞ്ഞാൽ നാളെ ഓർമ്മ അങ്ങനെ ഡെയിലി എന്നൊരു അതുകൊണ്ടാണ് ഞാൻ യൂസർ നെയിം പോലും ഹസ്കി ഡാൻസ് അങ്ങനെയാണ് വെച്ചത്. അതിനുശേഷം 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. 2 വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം റാൻഡമായിട്ട് ഞാൻ ഈ ഡാൻസിന്റെ കൂടെ തന്നെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. മറ്റേ വെഡിങ് സിനിമ ചീച്ചി നോസമാണ് ഏറ്റവും കൂടുതൽ കണ്ടത്.
ആക്ച്വലി ആ സോങ് സെലക്ട് ചെയ്യാനുള്ള കാരണം ആക്ച്വലി സോങ് സെലക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസിൽ ഏറെ ആംഗിൾസിനെ കാണിക്കണം. പക്ഷേ ഈ ഹസ്കിയുടെ ഈ ഒരു സ്റ്റെപ്പ് വരുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും. ഈ ഒരു പാട്ടുമായിട്ട് മാച്ചിങ് വരുമ്പോഴേക്കും നല്ല ആഫ്റ്റായിട്ട് പോകും. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം ഇത്രയും ട്രെൻഡ് ആവാൻ കാരണം ആ പാട്ട് പാടാൻ ആൻസോണാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അതാണ് അത് കറക്റ്റ് മാച്ച് ചെയ്യും. ബേസിക്കലി ഞാൻ എന്റെ കുറേ റിയാക്ഷൻ വീഡിയോസും ഞാൻ യൂസ് തന്നെ കണ്ടപ്പോഴും ആ ഡാൻസ് കറക്റ്റ് സ്റ്റെപ്പും കാര്യം ഞാൻ ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 4 കാലുണ്ട് 5 കാലുണ്ടെന്നൊക്കെ പറയുന്ന വീഡിയോസ് റിയാക്ട് ചെയ്യും. ആക്ച്വലി ഒരു വീഡിയോയിൽ ഞാൻ പാട്ട് മാറ്റി വേറൊരു പാട്ട് ഞാൻ പ്ലേസ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ അടിയിൽ വന്ന് ഓൾമോസ്റ്റ് കമന്റ് ആ പാട്ട് മതി ബ്രോ എന്നാണ് കമന്റ് വരുന്നത്. അത് ഞാൻ ശരിക്കും പറഞ്ഞ 2 വീഡിയോസ് ഞാൻ ഈ 1.5 പേജ് ഉണ്ടായിരുന്നു. ആരെയും ഫോളോ ചെയ്യുന്നില്ല, ആ പേജ് ഫോളോ ചെയ്യുന്നത് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും ഓക്കെ നമുക്ക് ഈ ഡാൻസ് ഡേ അങ്ങനെയാണ് ഈ ഒരു ഐഡിയ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പേര് ചേഞ്ച് ചെയ്ത് ഹസ്കി ഡാൻസ് ഡേ നൽകി. ആ വീഡിയോ നല്ലൊരു സ്ക്രീൻഷോട്ട് ഓഫീസിൽ കൊടുക്കും. ഈ വീഡിയോ രണ്ടും അപ്ലോഡ് ചെയ്തു. ഈ പാട്ട് ഒരു ദിവസം തന്നെ രണ്ടും അപ്ലോഡ് ചെയ്തു. ഓക്കെ നോർമലി അത് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തു. ടിക്ടോക്ക് വീഡിയോസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാമിൽ. അതാണ് കാര്യം. അത്രയും ഹേറ്റ് ഉള്ള കാരണം പണ്ടുപോലെ അറിയാലോ പലരും യൂട്യൂബേഴ്സൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സംഭവം എല്ലാവരുടെയും ബിഗിനിങ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു ക്രിഞ്ചിനെസ് കൂടുതലായിട്ട് കിടക്കുന്നതാണ്. ഇതൊരു സംഭവം ഇപ്പോഴും ടിക്ടോക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിലൊരു പോസിബിലിറ്റി കണ്ടത് ഒരു പേജിൽ ടിക്ടോക്ക് വീഡിയോസ് മാത്രം കിടക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഹസ്കി ഡാൻസും ആനിമൽ ഡാൻസും സംഭവമൊന്നുമില്ല. വരുന്നത് ഫുള്ളും ഈ ടിക്ടോക്ക് പഴയ വീഡിയോസ്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇതിലേക്ക് ഞാൻ 1-2 കണ്ടു. ഈ ആനിമൽസിന്റെ ഡാൻസ് കഴിഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടപ്പോഴേക്കും ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഹസ്കി ഡാൻസ് ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇത് ഫസ്റ്റ് 2ാമത്തെ ദിവസം ആക്ച്വലി ഞാൻ ഡേറ്റ് അല്ല അന്ന് ഞാൻ ഈ 2 വീഡിയോയുടെ പുറകെ തന്നെ ഈ വീഡിയോ ചെയ്തു. എന്തോ 3 വീഡിയോ ഉണ്ടെങ്കിൽ പുറകെ ടിക്ടോക്ക് ഹസ്കിയുടെ ഡാൻസിന്റെ വീഡിയോ ഇടുന്നു. അപ്പൊ അന്ന് നോർമലി ഈ വ്യൂസ് കിട്ടും. ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ 24K ഒരു വീഡിയോ 26K വ്യൂസ് ഉണ്ട്. അപ്പോഴും എനിക്ക് ഫോളോവേഴ്സ് 100 അടുത്ത് ഫോളോവേഴ്സ് വന്നു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നോർമലി ഇപ്പോൾ വീഡിയോ കയറുന്നുണ്ട്. ഞാൻ അതിനോട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. ആദ്യം ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ബാക്ക് സ്റ്റോറി ഞാൻ കേട്ടായിരുന്നു. ഇത് എപ്പോഴാണ് ഈ ഹസ്കി എന്നുള്ള പേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നത്? എവിടെ വെച്ചാൽ ഐഡിയ വന്നത് ഞാൻ ഈ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഓൾറെഡി ഞാൻ ഈ പേജ് തലേ ദിവസം ഞാൻ ഉണ്ടാക്കി ഇട്ടതാണ്. അന്ന് ചടങ്ങ് കഴിഞ്ഞ് നിന്ന സമയത്ത് ഞാൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെ വ്യൂസ് കയറുന്നുണ്ട്. അപ്പോൾ ആള് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ഈ ആളുടെ വീഡിയോ കണ്ടിട്ടാണ് കണ്ടത് കേരളത്തിൽ നാളെ മനസ്സിലാക്കിയത്. ഞാൻ കോൺടാക്ട് ചെയ്തു. ആള് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം, നീ അത് നോക്കണ്ട, റീച്ച് കയറും, ഒന്നും നോക്കണ്ട, റീച്ച് ഉറപ്പായിട്ടും കയറും, നീ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം പറയും. അന്ന് രാത്രി ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ വ്യൂസ് ഫോളോവേഴ്സ് വരികയുള്ളൂ. രാവിലെ ഞാൻ എനിക്ക് ഫോണിൽ നോക്കിയപ്പോഴും കാര്യം ആ 26K വ്യൂസ് കിടന്ന വീഡിയോ 1 മില്യൺ വ്യൂസ് അടിച്ച് നിൽക്കണം. ഫോളോവേഴ്സ് നേരെ 1300 ഫോളോവേഴ്സിലേക്ക് കയറി. സ്പോട്ടിൽ ഞാൻ അതിനെ വിളിച്ചു. പറയാൻ നീ പറ്റുമെങ്കിൽ ലീവ് എടുത്തിരുന്ന വീഡിയോ തുടങ്ങും. ഇനിയാണ് ട്വിസ്റ്റ്. സോഷ്യൽ മീഡിയയിൽ എത്ര വീഡിയോ വ്യൂസ് വരണം? നമ്മള് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് നിങ്ങൾക്ക് 1, 2, 3 വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഹസ്കി ഡാൻസ് ഒരു ദിവസം എത്ര വീഡിയോ വരെ പോയിട്ടുണ്ട്? ഞാൻ പറയാം, ഇത് നോർമലായിട്ട് കിടക്കുന്ന ഒരു വീഡിയോ. ഇപ്പം ഇത് ഹസ്കി ഡാൻസ് പോലെ ഉണ്ടായ ഒരു ഇമ്പാക്ട് ഞാൻ പറയാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ ട്രെൻഡിങ് ലിസ്റ്റിൽ മ്യൂസിക്കില് ഫസ്റ്റ് ട്രെൻഡിങ് കിടക്കുന്ന മ്യൂസിക് ഏതാ നോക്കിയത്? ഏതായിരിക്കും നിങ്ങൾക്ക് അറിയാം? ഈ ഹസ്കി ഡാൻസിന്റെ വീഡിയോ ആണ് മ്യൂസിക് ട്രെൻഡിങ് നമ്പറിൽ കിടക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഓക്കെ, ഒരു ദിവസം എത്ര വീഡിയോസ് മാക്സിമം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ അന്നത്തെ ദിവസം അതായത് റീച്ച് കയറിയത് കണ്ടപ്പോൾ തന്നെ അളിയൻ പറഞ്ഞു നീ വീഡിയോ പറ്റുമെങ്കിൽ ലീവ് എടുത്തിട്ട് വീഡിയോ ഇട്ടോളം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കുന്നത്. ഡൗൺലോഡ് ചെയ്ത് വെച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് രാത്രി ഞാൻ ഉറങ്ങാതിരുന്നത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഞാൻ ഇടുന്ന സമയം കിട്ടുന്നതനുസരിച്ച് വിചാരിച്ചാണ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്തും അല്ലാതെയും വെച്ചിട്ട് ഞാനാണ് അപ്ലോഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഒരു ദിവസം 16 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ദിവസം 16 വീഡിയോസ് കയറി. ആ 16 വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് കയറി. എൻ്റെ ഇപ്പം ഈ ലാസ്റ്റ് ഇട്ട 2 ദിവസത്തെ വീഡിയോസിന് മാത്രമേ റീച്ച് കുറവുള്ളൂ, മീൻസ് വ്യൂസ് കുറവുള്ളൂ. ബാക്കി എല്ലാ വീഡിയോസും നോക്കിയാൽ അല്ല, നിങ്ങൾ ഈ വ്യൂസും റീച്ചും കുറവാണെന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ വീട്ടിൽ തന്നെ 3 പേര് അതിന്റെ ബേസിൽ ട്രെൻഡിങ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ മൊത്തവും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, പാൻ ഇന്ത്യ ലെവലിൽ. ഈവൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടിക്ടോക്കിൽ ഈ ഒരു ട്രെൻഡ് കൊണ്ടുണ്ടല്ലോ. ടിക്ടോക്കും
ഫിക്സ് ചെയ്യുന്ന ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റേഴ്സ് അവര് തന്നെ പഴയ ക്രിഞ്ച് ടിക്ടോക്ക് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അതിപ്പോ ഒരു ട്രെൻഡ് തന്നെ ആയി ആക്ച്വലി. ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് കോളേജ് സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്, കോളേജ് ക്ലാസ് വരുന്നുണ്ട്, അവർ വീഡിയോസ് ചെയ്ത് ടാഗ് ചെയ്യുന്നുണ്ട്, സ്റ്റോറി ഇട്ട് ചെയ്യുക, സ്റ്റോറി ഇട്ട് കൊടുക്കാറുണ്ട്, അവർ മെസ്സേജ് അയക്കാറുണ്ട്. മലയാളീസ് പിള്ളേർ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. ശരിക്കും ഇതിന്റെ പുറകെ ഒരു മലയാളിയാണെന്നുള്ള കാര്യം അറിയാവുന്നതാണ് പല DM-കളും വരുന്നത്. DM ഒക്കെ ഞാൻ കണ്ടു, പുറത്തുള്ള ആരൊക്കെയാണെന്ന് ചോദിച്ചാണ് മെസ്സേജൊക്കെ വരുന്നത്. ശരിക്കും ഇത് മലയാളിയാണെന്നുള്ള കാര്യം ആരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. ആണെങ്കിൽ ഇതെനിക്ക് കൊണ്ടുവരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞാൻ ഒരു അരമണിക്കൂറത്തെ പ്രയത്നമായിരുന്നു ആളിനെ ഒന്ന് പറഞ്ഞു കണ്ടു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും എപ്പോഴും വരണമെന്നില്ല, സ്പോർട്സ് എല്ലാവർക്കും എപ്പോഴും വരണമെന്നില്ല. അതിന്റെ പിന്നിലുള്ള ആൾക്കാരെ അറിയണം, എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആകത്തുള്ളൂ. വർക്കൗട്ട് ആകത്തുള്ളൂ മാത്രമല്ല, അത് എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് നമ്മുടെ ലൈഫിൽ മീനിങ്ഫുൾ ആയിട്ട് ഒരു പർപ്പസ് ഉണ്ടാകത്തുള്ളൂ. ഐ ഡോണ്ട് നോ ഹൗ ദിസ് ഇസ് ഗോയിങ് ടു ഫ്യൂച്ചർ എന്താവുന്നത്. പക്ഷേ സ്റ്റാർട്ടർ എനിക്ക് കൊടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. 15 വീഡിയോസ് 16 വീഡിയോസ് ഒക്കെ ഇട്ടു. ഇപ്പൊ ഒരു 7 ദിവസമായി. എങ്ങനെ പോകുന്നുണ്ട്? ആ ഒരു സെയിം വെച്ച് തന്നെ പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട്. ഒരുപാട് മെസ്സേജസും അതുപോലെ വരുന്നുണ്ട്, വീഡിയോയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ലൈക്കും കമന്റ്സും എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. ട്രെൻഡ് ആയി നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമുക്കറിയാലോ ട്രെൻഡ് കുറച്ച് കാലങ്ങൾ നിൽക്കും. ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ സോഷ്യൽ മീഡിയ ചെയ്യാൻ പാടുള്ളൂ. സോഷ്യൽ മീഡിയ എല്ലാ കാര്യം പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യുക. അത് അർജുനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും സക്സസ്ഫുൾ ആകുമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ആകുമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സംഭവം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ലിറ്ററലി ദാറ്റ് ഹാപ്പൻ. അത് ഗ്ലോബൽ ലെവലിലുള്ള റീച്ചാണ്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിനോട് ഞാൻ പറഞ്ഞതാണ്, പാൻ ഇന്ത്യ ലെവലിൽ ഒരു ട്രെൻഡ് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ ഇങ്ങനത്തെ ഒരു തോട്ട് വരിക എന്നുള്ളത് ലൈക്ക് അർജുൻ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഒരു സാധനം ഇപ്പം മനസ്സിലുണ്ടോ? ആക്ച്വലി എനിക്ക് പ്ലാനില്ല. ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം കഴിക്കുക അതുകൂടി ഉണ്ട്. കാര്യം എനിക്കിതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റീച്ച് ഞാൻ പ്രതീക്ഷിച്ചല്ല. സത്യം പറഞ്ഞു നമ്മൾ ഒരു വീഡിയോ ഇടുക, അതിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് വരുന്നു, അല്ലെങ്കിൽ പറഞ്ഞ പാൻ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് വൈഡ് കാര്യം കുറേ ഫോളോവേഴ്സ് വേൾഡ് വൈഡ് വന്നിട്ടുണ്ട്. അതുപോലെ കമന്റ്സ് വന്നിട്ടുണ്ട്, എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതർ കൺട്രീസ് മലയാളീസ് അല്ല, നോൺ മലയാളീസ് അവിടുത്തെ രാജ്യത്തുള്ള ആൾക്കാർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ള രീതിയിൽ കാണാറുണ്ട്, ഡെയിലി കാണാറുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കമന്റ്സ് വരുന്നുണ്ട്. ഇത്ര ഈ ഒരു ലെവലിലേക്ക് റീച്ച് പോകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് അന്നേരം ഇല്ല. ഈ ഒരു ടൈമിൽ ഞാൻ ഇത് ഇത്ര എത്തുന്നത് പോലെ എനിക്ക് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം 7 ദിവസത്തെ മാജിക് ആണ് അപ്പോഴേക്കും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പോസിബിലിറ്റീസ് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും വലിയ ധാരണയില്ല. അപ്പോൾ അതറിയാവുന്ന ഒരാളെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശം. ഞാൻ അതിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സാധനം ഇതിലൊരു പോസിബിലിറ്റി എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെ രീതിയിൽ ആംഗിൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടുള്ളതാണ്. പല ഗെയിംസും ഇങ്ങനത്തെ ചില തോട്ട്സ് എന്നൊക്കെ ഉണ്ടാകുന്നത് വരെ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ് ആക്ച്വലി അതിനോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക, അത് അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അത് കുറെ കാര്യങ്ങൾ ചെയ്യുക, അതിനകത്ത് എന്താണ് വർക്കാവുന്നത്. ഇപ്പൊ അതിന്റെ തന്നെ കേസിൽ ഇപ്പം ഹസ്കി എന്നുള്ള സാധനം നമ്മൾ റിഫൈൻ ചെയ്തിട്ടാണ് അല്ലേ, ഒരു മൂന്നെണ്ണത്തിന് കൊള്ളാവുന്ന ഹസ്കി ആയിരുന്നു. അതിന് 3 മ്യൂസിക് കിട്ടി, 3 മ്യൂസിക്കിലും കൊള്ളാവുന്ന ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. ആക്ടാണ് ഒരു റിഫൈൻ ചെയ്തിട്ടുള്ള സാധനമാണ് അർജുൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകുക, റിഫൈൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ നോക്കുക. ഇത് ക്രിയേറ്റർ ഇതാണ് അല്ലെങ്കിൽ ട്രെൻഡ് കൊണ്ടുവച്ച ഒരാൾ ഇതാണ് എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ന്യൂസ്. ഞാൻ ന്യൂസൊക്കെ പോയി കണ്ടപ്പോഴും ഞാൻ ആലോചിച്ചു, ആരായാലും എന്തൊക്കെ റിവീൽ ചെയ്യാതെ ഇത് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞു. അതിനോട് റീസൺസ് കാര്യങ്ങൾ കുറച്ചൊരു ആപ്പാണ്. പിന്നെ അത് അതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഇപ്പൊ വൺ ടൈം വണ്ടേഴ്സ് ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ആൾക്കാർ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ മേ ബി യു വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ഓരോ മൊമെന്റ്സും ഓരോ ഫോട്ടോസും ഇതിലൊരു സ്റ്റോറി പോലും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി എത്രയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനെ ഡിഫറെന്റ് രീതിയിൽ സോഷ്യൽ മീഡിയയിലൊത്ത്. അപ്പൊ എന്തായാലും അർജുൻ വന്നതിന് സന്തോഷം. അർജുൻ വൈക്കത്തുനിന്ന് കൊച്ചിയിലോട്ട് ട്രാവൽ ചെയ്ത് വന്നതാണ്. അർജുൻ ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന് രാവിലെയാണ് ഞാൻ അർജുനെ വിളിച്ചത്. ഞാൻ പറഞ്ഞ അർജുൻ വൈകുന്നേരം നമുക്ക് ഇന്ന പോലെ കിരൺ ചേട്ടൻ്റെ അവിടെ ടയറക്സിൽ ചില്ലാക്സിൽ ഒരു ഷൂട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കഴിഞ്ഞിട്ട് ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു റിവീൽ ഇറ്റ് ടു ദ വേൾഡ്. ലൈക്ക് ഇത് കേരളത്തിൽ നിന്നുള്ള ഒരാളാണെന്നുള്ളതായിരുന്നു. അർജുൻ
ഒരു മണിക്കൂർ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്പർ മേടിച്ചിട്ട് ഓക്കെ വരുവാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു. സോ ഫാർ താങ്ക്സ് ഫോർ ജോയിൻ. വെൽക്കം ടു ഇമ്പാക്ട് കമ്മ്യൂണിറ്റി. ഇത് വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ എന്ന് നടക്കുന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്റ്റോറീസ് ഒന്നും ഇവിടെ റിവീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടത് സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള കാര്യങ്ങൾ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാവ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ദ വേൾഡ്. എന്താ നടക്കാൻ പോകുന്നുള്ളത് ഒരാഴ്ചയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അർജുൻ താങ്ക്സ് ഫോർ ജോയിനിങ്. അപ്പം എന്തായാലും ഇങ്ങനൊരു ട്രെൻഡ് കൊണ്ടുവന്നത് മലയാളിയാണ്. ഇങ്ങനൊരു ട്രെൻഡ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഞെട്ടട്ടെ, എല്ലാവരും ഗ്രോത്തിലോട്ട് വരട്ടെ. സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ഏറ്റെടുത്ത് നമ്പർ 1 എത്തിച്ചെല്ലാറും. നമ്പർ 1 നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഹിറ്റ്ചാർട്ടിലെ നമ്പർ 1 ആണ്. ഓൺ മ്യൂസിക് ഒന്നും അല്ല. എന്നാലും ഈ ഒരു ട്രെൻഡ് കാരണം ഹിറ്റ്ചാർട്ടിൽ നമ്പർ 1 ആണ് ഇപ്പൊ ഈ മ്യൂസിക് കിടക്കുന്നത്. ഹസ്കി നമ്പർ 1 ആണ്. ഫ്യൂച്ചർ കാര്യങ്ങൾ ആളുടെ പേജിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സിക്യൂഷൻ ലെവൽ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ